പിന്നെ പരിചയമുള്ള ഒരു നാടകക്കാരനുണ്ട്. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കോൾ മീ ഷസാം എന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ നമുക്ക് സുപരിചിതനായ ഇറ്റ് ഈസ് കോൾ മീ ഷസേം. അങ്ങേർക്ക് പരിചയമില്ലാത്ത ഒരു ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. വെറുതെ അങ്ങ് വരികയല്ല. ഐഫോൺ 16 വരുമ്പോൾ അത് പവർഫുൾ ആയിട്ടാണ് വരുന്നത്. ചെറിയ പവർ അല്ല, ഭയങ്കര പവർഫുൾ ആയിട്ടാണ് വരുന്നത്. ദൈവമേ, ഇത് ആരായത്? എന്നെ പറ്റി പോയി അയലോട് ചോദിക്കുന്നേ. എത്രത്തോളം അത് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്, അതിലൊരു സാധ്യതകൾ എത്രത്തോളമാണ്? പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പറഞ്ഞു. എന്താ പറഞ്ഞു? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ ഡിസൈൻ വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ആപ്പിളിന് പറയാനില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ കഴിഞ്ഞ വർഷം ടൈറ്റേനിയം ബോഡി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പോലെ ഈ വർഷവും ചേഞ്ചസ്, നമുക്കൊരു വിഷ്വൽ ചേഞ്ചസിന് വളരെ കുറവാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുമാണ് എല്ലാവരും ഐഫോൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ അവർ ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട്. ആപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ അവരുടെ ട്രംപ് കാർഡ്. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ലൗഡ് നോയ്സ്. പ്രൈസിനെ പറ്റി സംസാരിക്കാനാണെങ്കിൽ ഈ വർഷത്തിൽ സത്യം പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു സംഭവം നമ്മൾ കണ്ടിരിക്കുകയാണ്. ഏകദേശം 15,000 റുപ്പീസിന്റെ ഒരു ഡിഡക്ഷൻ പ്രോ വേരിയന്റിൽ വന്നിട്ടുണ്ട്. പ്രീവിയസ് ജനറേഷൻ യൂസ് ചെയ്യുന്നവരെല്ലാവരും ഇതിലോട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ്രോയിഡ് മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്ന് എനിക്കുള്ള ആ ഒരു കൺവേർഷൻ കുറവാണെങ്കിലും ദ പ്രസന്റ് യൂസേഴ്സ് ഇസ് ഗോയിങ് ടു ചേഞ്ച് ടു ദ ലേറ്റസ്റ്റ് ഐഫോൺ ഫോർ ഷുവർ. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. ഞാനും കാത്തിരിക്കുകയാണ്. ഇപ്പൊ ഈ 20-ാം തീയതി ഇറങ്ങുന്ന സമയത്ത് ഞാനും മേടിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തീർച്ചയായും